യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ശാലോമിൻ്റെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, ഒത്തിരിയേറെ സ്നേഹത്തിൽ, യേശുവിൻ്റെ ആ വലിയ സ്നേഹത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഒരു ദിവസം കൂടി നൽകിയിരിക്കുകയാണ്, അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം. കർത്താവ് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്, നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്ന് ചേർന്ന് ഒരു നിമിഷം കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. പിതാവേ ആരാധന. പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ദൈവജനത്തിൻ്റെ സാമ്പത്തിക കടഭാരങ്ങൾ, വിഷമങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ബിസിനസ് തകർച്ചകൾ, ബന്ധനങ്ങൾ വിടുതൽ കൊടുക്കണമേ. ദൈവജനത്തിൻ്റെ മേൽ വചനം അയച്ചുകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. സുഭാഷിതങ്ങൾ 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം പറയുന്നു, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അബ്രാഹത്തെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കിയ ദൈവം, ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കിയ ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കിയ ദൈവം ഉറപ്പാണ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് സമ്പന്നതയിലേക്ക് ഉയർത്തും. ആധ്യാത്മിക സമ്പന്നതയിലേക്കും ഭൗതിക സമ്പന്നതയിലേക്കും ഉയർത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. കർത്താവ് സമ്പത്ത് തരും. നമ്മുടെ അധ്വാനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കും, ആശീർവദിക്കും. എന്തുകൊണ്ട് സാമ്പത്തിക തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു? അതിന് പല കാരണങ്ങളുണ്ടാകാം. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം, സമ്പത്ത് നമ്മൾ ദുർവിനിയോഗം ചെയ്യുന്നു. ദൂർത്തടിച്ചുള്ള ജീവിതം, കണക്കുകൂട്ടാതെയുള്ള ജീവിതം, മദ്യപാനത്തിൻ്റെയും മറ്റു തിന്മയുടെയും വഴികളിൽ, വെറിക്കൂത്തിൻ്റെ വഴിയിൽ അധ്വാനിക്കുന്ന പണം ചെലവഴിക്കുന്നു. ഇതു നിന്നെ സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിക്കുകയാണ്. ബിസിനസ്സുകൾ ചെയ്യുന്നവർ നോട്ടക്കുറവിൽ അല്ലെങ്കിൽ പല വിധത്തിൽ കടബാധകളിലേക്ക് വന്ന് തകർന്നു പോകുന്നുണ്ട്. നമുക്ക് കർത്താവ് ഒരു വിടുതൽ ഇതിൽ നിന്ന് നൽകും. സമ്പത്തുള്ളപ്പോൾ കർത്താവിനെ മറന്ന് നമ്മൾ ജീവിച്ചു. ഇതൊരു കാരണം തന്നെയാണ്. സമ്പത്തുള്ളപ്പോൾ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടോ? സമ്പത്തുള്ളപ്പോൾ ദരിദ്രരെ സഹായിച്ചിട്ടുണ്ടോ? സമ്പത്തുള്ളപ്പോൾ നിന്റെ കുടുംബത്തിൽ ദരിദ്രരായ സഹോദരങ്ങളെ സാമ്പത്തികമായിട്ട് നീ സഹായിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാത്ത അനേക വ്യക്തികളുണ്ട്. സഹോദര സ്നേഹമില്ലാത്തവർ, ക്രിസ്തുവിൻ്റെ സഭയെ സ്നേഹിക്കാത്തവർ, സുവിശേഷത്തിന് വേണ്ടി സമ്പത്ത് പങ്കുവയ്ക്കാത്തവർ എത്രയോ എത്രയോ മനുഷ്യരുണ്ട്. അവൾ സാമ്പത്തികമായിട്ട് തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ, കടബാധ്യതകളെപ്പെട്ട് നട്ടം തിരിയുന്നവർ ഈ മേഖലയിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. എൻ്റെ സമ്പത്ത് ഞാൻ എങ്ങനെയാണ് ചെലവഴിച്ചത്? സമ്പത്തുള്ള കാലത്ത് ഞാൻ അഹങ്കാരത്തോടെയാണോ ജീവിച്ചത്? ദൈവത്തെ മറന്നാണോ ഞാൻ ജീവിച്ചത്? ദൈവത്തിൻ്റെ വഴികൾ വിട്ടുള്ള ജീവിതമായിരുന്നു? ഒരുപക്ഷെ ഇതൊക്കെ നിന്റെ തകർച്ചയുടെ
കാരണങ്ങൾ ആയിട്ട് മാറിയിട്ടുണ്ട്. കർത്താവ് തന്ന സമ്പത്ത് അതിൽ അവിടുന്ന് ദുഃഖം കലർത്തുകയില്ല. അനീതിയുടെ മാർഗങ്ങളിൽ സമ്പത്ത് സമ്പാദിച്ചവർ ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വലിയ ആഡംബരത്തിലും സുഖലോലുപതയിലും നേട്ടങ്ങളിലും അധികാരങ്ങളിലുമൊക്കെ ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അല്ലെ അടുത്ത തലമുറയിൽ ഇതൊക്കെ ശൂന്യമാകുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഉറപ്പാണത്. അനീതിയുടെ വഴികളിൽ സമ്പാദിച്ച പണം മുഴുവൻ നഷ്ടപ്പെടുന്ന കാലം അത് അനധിവിദൂര ഭാവിയിൽ സംഭവിക്കും. ഈ തലമുറ അല്ലെ അടുത്ത തലമുറയിൽ അനീതിയുടെ സമ്പത്തൊക്കെ അസ്തമിച്ചു പോകും. സുഭാഷിതങ്ങൾ 10-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം പറയുന്നു, നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു. നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു. നീതിമാനായ മനുഷ്യൻ സമ്പത്ത് നീതിപൂർവം ഉപയോഗിക്കുകയാണ്. നീതിമാനായ മനുഷ്യൻ തൻ്റെ സമ്പത്ത് ദാനം ചെയ്യുന്നു, ദരിദ്രർക്ക് കൊടുക്കുന്നു, സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നു, തൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് അകമഴിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നീതിമാന്റെ കുടുംബത്തിൻ്റെ മേല് അനുഗ്രഹം കടന്നു വരും. നീതിമാന്റെ ശിരസിൻ്റെ മുകളിൽ അനുഗ്രഹം കുടികൊള്ളുന്നു. ആ അനുഗ്രഹം മാറ്റപ്പെടത്തില്ല. നീതിമാന്റെ ശിരസിൽ കുടികൊള്ളുന്ന അനുഗ്രഹം, ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും മാറ്റപ്പെടത്തില്ല. അത് നിലനിൽക്കുന്നതാ. കാരണം നീതിമാൻ ദൈവത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരും. അവിടെ വചനം പറയുന്നു ആദ്യം, ഫസ്റ്റ്, ആദ്യം ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് നീ മുൻതൂക്കം കൊടുക്കണം. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തികൾ അവർ ഉറപ്പായിട്ടും അനുഗ്രഹിക്കപ്പെടും. ഈ അടുത്ത നാളിൽ ഒരു വ്യക്തി എന്നോട് സാക്ഷ്യം പറഞ്ഞത് ഒരു അനുഭവം. ധ്യാനം കൂടി ദൈവാനുഭവത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം എല്ലാ ദിവസവും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വചനത്തിലൂടെ വലിയൊരു തിരിച്ചറിവ് കിട്ടി. ഞായറാഴ്ച ദിവസം അത് ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്. അന്ന് ബിസിനസ് ചെയ്യാനായിട്ട് പാടില്ല. ആ വ്യക്തി ഉറച്ച തീരുമാനമെടുത്തു. ഞായറാഴ്ച കട അടച്ചുപൂട്ടി. അന്ന് കട തുറക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരും മറ്റുള്ളവരൊക്കെ പറഞ്ഞു ഇത് മണ്ടത്തരമാണ്. കാരണം അന്ന് നല്ല ബിസിനസ് നടക്കുന്ന ദിവസമാണ്, ഇത് നഷ്ടപ്പെടുക. പക്ഷേ ആ മനുഷ്യൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതായത് വചനത്തിൽ ഉറച്ചു നിന്നു. സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കണം. ആ വ്യക്തി പറയുന്നു 6 മാസക്കാലം ബിസിനസ്സിൽ വലിയ ഒരു കുറവ് വന്നു. പക്ഷേ 6 മാസത്തിന് ശേഷം വലിയ ഒരു ബിസിനസ്സിലെ ഉയർച്ച, സാമ്പത്തിക ഉയർച്ച. 2 വർഷക്കാലമായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ കട മുൻപോട്ട് പോകുന്നു. വലിയ സാമ്പത്തിക ഉയർച്ച കൊണ്ട് ഞായറാഴ്ച കട തുറക്കത്തില്ല. കുടുംബത്തോടൊപ്പം ഒന്നിച്ച് ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, സാധിക്കുന്നിടത്തോളം ഇരുന്ന് കുറേ സമയം ഇരുന്ന് വചനമൊക്കെ വായിക്കും, ബന്ധുവീടുകളിലൊക്കെ പോകും, രോഗികളൊക്കെ സന്ദർശിക്കും, പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒന്നിച്ചുകൂടും. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വന്നപ്പോൾ പറയുന്നു സാമ്പത്തിക ഉയർച്ച. അതുമാത്രമല്ല, കുടുംബത്തിന് നാഥനായ ഞാൻ മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളിൽ വലിയ വ്യത്യാസം. അവർ പ്രാർത്ഥിക്കുന്നവരാകുന്നു, അവർ വചനം വായിക്കുന്നവരാകുന്നു, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് ഉയർച്ച, എല്ലാ മേഖലകളിലും ഉയർച്ച ആണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് എന്നോട് വ്യക്തിപരമായിട്ടൊരു സാക്ഷ്യം അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് അനേകരോട് പറയണം. ഈ കിട്ടിയ അനുഭവങ്ങൾ അനേകരോട് പങ്കുവയ്ക്കണം. കാരണം കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇത് അനേക വ്യക്തിയുടെ ഹൃദയത്തെ തൊടും. അങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ അത് ജീവിതങ്ങളെ സ്പർശിക്കുകയാണ്. ഇത് കേൾക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ആത്മാവ് തൊടും.
അത് മാറ്റത്തിന് കാരണമാകും. ആ വ്യക്തിയിലും ജീവിതത്തിന് പരിവർത്തനത്തിന് കാരണമായിട്ട് മാറും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തുക. ഹല്ലേലൂയ. നമ്മൾ സാമ്പത്തിക മേഖലയിൽ തകർന്നു തരിപ്പണമായവർ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. വന്ന വീഴ്ചകളെ ഓർത്ത് അനുതപിക്കണം. സാമ്പത്തിക മേഖലയിൽ അനീതിപരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയ്ക്കൊക്കെ ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കുക. പ്രാർത്ഥനയിലേക്ക്, വചന വായനയിലേക്ക് ഒക്കെ നമ്മൾ കടന്നു വരിക. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ ഇപ്രകാരമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മറ്റുറ്റ ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. അതായത് ദൈവത്തിൻ്റെ ആലയം തകർന്നു തരിപ്പണമായിട്ട് കിടക്കുകയാണ്. അത് ഹഗ്ഗായി പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിൻ്റെ ആലയം ഇതാ തകർന്നു കിടക്കുന്നു. അവർ ദൈവത്തിൻ്റെ ജനം എന്തു ചെയ്യുക? അവർ സ്വന്തം കാര്യങ്ങളിൽ വ്യഗ്രചിത്തരായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുക. വചനം പറയുന്നു, ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം, വ്യഗ്രത, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ, അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞു പെയ്യ്ക്കത്തില്ല, ഭൂമി വിളവ് നൽകത്തില്ല, ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവയുടെ അധ്വാനത്തിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ ദൈവജനത്തിനു താല്പര്യമില്ല. സ്വന്തം കാര്യത്തിൽ അവര് വ്യഗ്രചിത്തരായിട്ട് നടക്കുക. സ്വന്തം കുടുംബം, മക്കള് വ്യഗ്രതയാ കുടുംബത്തിന്റെ കാര്യത്തിൽ. ലൂക്കാസ് സുവിശേഷത്തില് 21-ാം അധ്യായത്തില് സുവിശേഷകൻ പറയുന്നുണ്ട്, ജീവിത വ്യഗ്രത, മദ്യപാനം ഒരു കെണി പോലെ നിന്റെ മേൽ വന്നു ഭവിക്കും. ഹല്ലേലൂയാ. ജീവിത വ്യഗ്രത ഇത് പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർക്കുമുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്കും വലിയ ജീവിത വ്യഗ്രതയുണ്ട്. ഹല്ലേലൂയാ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സു ദുർബലമാകുകയും പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവൻ. ലൂക്കാ 21:34 വചനം. അവിടെ പറയുന്നു, ജീവിത വ്യഗ്രത. ദൈവത്തെക്കുറിച്ചോ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചോ ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചോ ഒരു താല്പര്യമില്ല. ജീവിതത്തിന്റെ വ്യഗ്രതയാ. ജീവിതം പടുത്തുയർത്തുവാൻ, സമ്പത്ത് നേടുവാൻ, അനീതിയുടെ വഴികളിൽ അല്ലെങ്കിൽ തിന്മയുടെ വഴികളിൽ ജീവിക്കുവാനുള്ള വ്യഗ്രതയാ. സുഖലോലുപത, ആഡംബരം, ജഡിക സുഖങ്ങള്, ലോകത്തിന്റെ സുഖങ്ങള്, അതിന്റെ പിന്നാലെ മനുഷ്യൻ പരക്കം പായുകയാ. മദ്യത്തിന്റെ ആസക്തി, മദ്യത്തില് അടിമപ്പെട്ടു ജീവിക്കുന്ന വ്യക്തികൾ. ഈ ആഴ്ചയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് പനക്കലച്ചനെ വിളിച്ചിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു മകന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറയുക, ഒരു 23-24 വയസ്സ് പ്രായമേ ഉള്ളൂ. അവന്റെ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കഞ്ചാവിനും മറ്റു ലഹരികൾക്കും അവൻ അടിമയാണ്. അവൻ പറയുന്നത്, എനിക്കൊന്ന് രക്ഷപ്പെടണം. മദ്യത്തിനും കഞ്ചാവിനും ലഹരിക്കും അടിമയായ ഒരു ചെറുപ്പക്കാരൻ ഹൃദയവേദനയോടെ നിൽക്കുക. രക്ഷപ്പെടണം എനിക്ക്. കിട്ടുന്ന സമ്പത്ത് മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് പണം കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കും. കുടുംബത്തിന് പ്രശ്നം, സമൂഹത്തിന് പ്രശ്നം. അങ്ങനെ ജീവിക്കുന്നൊരു ചെറുപ്പക്കാരൻ. ആ മകൻ പറയുക, കഴിഞ്ഞ ആഴ്ച ഞാൻ ധ്യാനം കൂടി, ഞാൻ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അപ്പൻ ചോദിച്ചു, മോനെ ഇനി എന്താ നിന്റെ പരിപാടി?
അവനൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ അവൻ പറയുകയാണ്, അവന്റെ മനസ്സിന് ശക്തമായിട്ട് ഇങ്ങനെ തോന്നുകയാണ്, വീണ്ടും ഒരു ധ്യാനം കൂടി കൂടുക, ധ്യാനം കൂടി വചനം കേൾക്കാനായിട്ട്. അവൻ പറയുക, എനിക്ക് രക്ഷപ്പെടണം. പിറ്റേ ദിവസം, അടുത്ത ദിവസം ഞായറാഴ്ച തന്നെ ഞാൻ വീണ്ടും ധ്യാനത്തിലേക്ക് കടന്നു വന്നിരിക്കുക. എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ വലിയ സ്നേഹത്തോടെ ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം രക്ഷപ്പെടാനുള്ള ആഗ്രഹം അവനുണ്ട്. അധ്വാനിക്കുന്ന സമ്പത്ത് മുഴുവൻ മദ്യത്തിനും കഞ്ചാവിനും ലഹരിക്കും സ്ത്രീകൾക്കും കൊടുക്കുന്ന ചെറുപ്പക്കാരനെ കർത്താവ് ഉറപ്പാണ് രക്ഷിച്ചു കഴിഞ്ഞു. സമ്പത്ത് ദൂർത്തടിക്കുവാനുള്ളതല്ല. ഇവിടെ ഹഗായി പ്രവാചകൻ പറയുക, ദൈവത്തിന്റെ ആലയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ആലയം, നമ്മുടെ ഇടവക ദേവാലയത്തോട് ചേർന്ന്, ബലിപീഠത്തോട് ചേർന്നുകൊണ്ടുള്ള ഒരു ആത്മീയ ജീവിതം നമുക്കുണ്ടാവണം. നമ്മുടെ ഇടവക ദേവാലയത്തോടും ബലിപീഠത്തോടും ചേർന്നുകൊണ്ടുള്ള ഒരു ആത്മീയ ജീവിതം, അവിടെയാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ദേവാലയത്തോട് ചേർന്ന് നിൽക്കണം. ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണം. കൂദാശകൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. വൈദികരെ ബഹുമാനിക്കണം. സഭയെ ബഹുമാനിക്കണം. അപ്പോൾ നിനക്ക് സാമ്പത്തിക മേഖലകളിൽ ഉയർച്ച ഉണ്ടാകും. ഉറപ്പായിട്ട് കർത്താവ് വിടുതൽ നൽകും. സുഭാഷിതങ്ങൾ 8-ാം അധ്യായത്തില് 18-ാമത്തെ വചനം പറയുന്നു, സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. നീ കർത്താവിന്റെ അടുക്കലേക്ക് വാ. നിന്റെ ജീവിത വ്യഗ്രതയൊക്കെ നീ ഒന്ന് കളഞ്ഞേ. നേരിന്റെ വഴിയിൽ, നേരായ പാതയിൽ നീ ഒന്ന് ജീവിച്ചേ. ദൈവത്തിന്റെ വചനത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തേ. കർത്താവിന്റെ സഭയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തേ. കർത്താവിന്റെ ആലയത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് നീ ഒന്ന് ജീവിച്ചു തുടങ്ങിക്കേ. അവിടുന്ന് പറയുക, സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനം നിനക്ക് കർത്താവ് വാരിക്കോരിത്തരും. ഉറപ്പായത് വചനത്തിന് മാറ്റമില്ല. സാമ്പത്തികമായിട്ട് കർത്താവ് അനുഗ്രഹിച്ചുയർത്തും. സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിക്കും. ഉറപ്പായത്. സുഭാഷിതങ്ങൾ 8-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനം പറയുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം സമ്പന്നരാക്കും, അവരുടെ ഭണ്ഡാരം നിറയ്ക്കും. സാമ്പത്തിക മേഖലകളിൽ കർത്താവ് അതിശക്തമായ ഒരു വിടുതല് നിനക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത നിനക്കുണ്ടാവണം. മറ്റുറ്റ ഭവനങ്ങളിൽ വസിക്കാനായിട്ട് വ്യഗ്രത കാട്ടുകയാ നിങ്ങൾ. എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത, എൻ്റെ സഭയെക്കുറിച്ചുള്ള തീഷ്ണത, എൻ്റെ വചനത്തെക്കുറിച്ചുള്ള തീഷ്ണത, എൻ്റെ കൽപ്പനകളെക്കുറിച്ചുള്ള തീഷ്ണത നിന്നിലും നിന്റെ മക്കളിലും ഉണ്ടായാൽ നിന്റെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. ഹഗ്ഗായി 2 നമ്മൾ വായിക്കുന്നു, ജനം തീരുമാനമെടുത്തു. പ്രവാചകന്റെ വാക്ക് കേട്ട് അവർ അവിടെ ആത്മസ്തുതിയെക്കുറിച്ച് ചിന്തിച്ചു, അനുതാപത്തിലേക്ക് വന്നു. അവര് മലയിലേക്ക് പോയി ദൈവത്തിന്റെ ആലയം പണിയുവാൻ തടി വെട്ടി കൊണ്ടുവരിക. ആലയം പണിയാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. നേതൃത്വം കൊടുക്കുന്നത് ഹഗ്ഗായി പ്രവാചകനാ. അവര് ദേവാലയത്തിന്റെ പണി ആരംഭിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? ആകാശം മഴ കൊടുക്കാൻ തുടങ്ങി, ഭൂമി വിളവ് കൊടുക്കാൻ തുടങ്ങി, അവിടെ അധ്വാനം ഫലമണിയാൻ തുടങ്ങി. ഹഗ്ഗായി 2:19, ഇന്നു മുതൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ദേവാലയത്തിന്റെ പണി തുടങ്ങി. അപ്പോൾ മുതൽ കർത്താവ് അനുഗ്രഹിക്കുക. ഉറപ്പാണ്, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. കടബാധ്യതകൾ മാറും, തകർച്ചകൾ മാറും. നീ കർത്താവിന്റെ ആലയത്തെക്കുറിച്ച് തീഷ്ണത ഉള്ളവനായിട്ട് മാറണം. ദൈവത്തിന്റെ ആലയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടതെല്ലാം
വാരിക്കോരി അവിടുന്ന് തരും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയ നന്മകൾ, ഭൗതിക നന്മകൾ, കൃപാവരങ്ങൾ, അനുഗ്രഹങ്ങൾ, സാമ്പത്തിക ഉയർച്ച, ജോലി ഉയർച്ച, മക്കളുടെ വിവാഹം എല്ലാം നടക്കും. ഒരുപക്ഷെ ജീവിതത്തിൽ ഞെരുക്കങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ അപ്പുറമായിട്ട് കർത്താവ് നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് തിരിച്ചറിയണം. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. നമ്മുടെ വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കും. ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഉറപ്പായിട്ടും കർത്താവ് ഉയർച്ച നൽകും. സങ്കീർത്തനം 37:34 ഇങ്ങനെ പറയുന്നു: കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. കർത്താവിനെ നീ കാത്തിരിക്കണം. ഭൂമിയില്ലാത്തവർക്ക് അവൻ ഭൂമി നൽകും. കർത്താവിനെ കാത്തിരിക്കണം. നല്ലൊരു ബിസിനസ് ആഗ്രഹിക്കുന്നെങ്കിൽ ആ ബിസിനസ് കർത്താവ് തരും. ക്ഷമയോടെ കർത്താവിൻ്റെ വചനമനുസരിച്ച് കർത്താവിൻ്റെ ആ ശുശ്രൂഷകളോട് ചേർന്ന് നീ കാത്തിരിക്കണം. നിനക്ക് ജോലി കിട്ടും. നിനക്ക് വേണ്ടതെല്ലാം കർത്താവ് തരുമെന്നേ. അവൻ തരാൻ ഒരുക്കവ. നീ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. ഇവിടെ വചനം പറയുക, കർത്താവ് ആദരിക്കുന്നവനാ. നിന്റെ കർത്താവ് ആദരിക്കുന്നു. നീ ദൈവത്തിൻ്റെ മകന്. നിനക്ക് വേണ്ടതെല്ലാം അവിടുന്ന് വാരിക്കോരി സമർത്ഥമായിട്ട് നൽകാനായിട്ട് പോകുക. നമുക്ക് തീരുമാനമെടുക്കാം. അനീതിയുടെ വഴികൾ ഉപേക്ഷിക്കാം. ഏതെങ്കിലും അനീതിയുടെ മാർഗത്തിൽ പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ, കൈക്കൂലിയോ വഞ്ചനയോ തട്ടിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം. അത് നമുക്ക് നിർത്താം. സമ്പത്ത് ദുർവിനിയോഗം ചെയ്യരുത്, ദൂർത്തടിച്ച് കളയരുത്. നമ്മുടെ സമ്പത്ത് കൊണ്ട് ദരിദ്രർക്ക് നമുക്ക് കൊടുക്കാം. കർത്താവിൻ്റെ ആലയത്തിൽ നമുക്ക് ധാരാളം കൈ നിറച്ചു കൊടുക്കാം. കർത്താവിൻ്റെ സുവിശേഷ വിലയ്ക്ക് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിന്നെയും നിന്റെ കുടുംബത്തെയും മക്കളെയും തലമുറകളെയും സാമ്പത്തികമായിട്ട് കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തും. സമ്പത്ത് സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി വാരി വിതറിക്കൂ. അവൻ സമൃദ്ധി നൽകും. എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, സാമ്പത്തിക മേഖലയിൽ തകർന്ന മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ. സാമ്പത്തിക മേഖലയിൽ വലിയൊരു ഉയർച്ച ഉണ്ടാവട്ടെ. തകർന്ന ബിസിനസ്സുകളെ അങ്ങ് അനുഗ്രഹിച്ച് ഉയർത്തണമേ. കർത്താവേ, ജീവിത വരുമാന മാർഗങ്ങൾ, വഴികളെ തുറന്നു കൊടുക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ദൈവജനത്തെ അനുഗ്രഹിക്കുന്നു. വൻ കൃപ ഒഴുകട്ടെ, ഉയർച്ച ഉണ്ടാവട്ടെ, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവട്ടെ, ആധ്യാത്മിക ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവട്ടെ, അഭിവൃദ്ധി ഉണ്ടാവട്ടെ. സാമ്പത്തിക വരുമാന മാർഗങ്ങൾ സമർത്ഥമായിട്ട് നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.